16 പീസായിട്ട് സെല്ലോഫൈൻ ഷീറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കിയാലോ. ഇതിനായിട്ട് ഫസ്റ്റ് അതിനെ ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ ഒരു കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇതിൽ ഹാഫ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ബാക്കിയുള്ളത് ഞാൻ ടൈം ലാപ്സ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. മാറ്റി വെച്ചാൽ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഹാഫായിട്ട് പിന്നെയും ഫോൾഡ് ചെയ്യും. അത് നമ്മൾ സിസേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ ഒന്ന് മുറിച്ചെടുക്കുക. ഇപ്പോൾ കിട്ടിയ സെല്ലോഫൈൻ ഷീറ്റും നമ്മൾ ഇതേപോലെ തന്നെ ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഷീറ്റ് കിട്ടുമല്ലോ. ഈ ഷീറ്റിനെ നമ്മൾ പിന്നെയും ഹാഫായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ഷീറ്റ് കിട്ടും. ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ടോട്ടൽ 16 സെല്ലോഫൈൻ ഷീറ്റ്സ് കിട്ടും. ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാരണം ഉണ്ട് കേട്ടോ. എൻ്റെ കുട്ടി കസ്റ്റമർ ആള് എന്നോട് ചോദിച്ച് ഇത്തങ്ങൾ 12 പീസായിട്ടാണോ 16 പീസായിട്ടാണോ സെല്ലോഫൈൻ ഷീറ്റ് കട്ട് ചെയ്യല്. അപ്പോൾ ആളെ ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കും നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയോ ഇല്ലേന്ന് കമൻറ്റിൽ പറയട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.